എല്ലാവർക്കും ഡേ ആൻഡ് നൈറ്റിലേക്ക് സ്വാഗതം. ജെറുസലേമിലെ ഒരു ലൈബ്രറിയിൽ കുറച്ച് നിഗൂഢവും അറിയാൻ ഏറെ ആകാംക്ഷ ഉളവാക്കുന്നതുമായ കുറച്ച് ഡോക്യുമെന്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടവയാണ്. കുറച്ച് ആളുകൾ മാത്രമാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉടമസ്ഥാവകാശ സർ ഐസക് ന്യൂട്ടന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ പ്രപഞ്ച സത്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളെയും അദ്ദേഹത്തിന്റെ ഓരോ ഗവേഷണങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ആണിവ. എന്നാൽ ഈ ഡോക്യുമെന്റ്സ് പുറലോകം അറിഞ്ഞതോടുകൂടി ഇതൊരു കാട്ടുതീ പോലെ പടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലുകളോ അല്ലെങ്കിൽ ഒരു പ്രവചനത്തിലൊന്നായ 2060 ഭൂമി അവസാനിക്കും എന്നതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട ഈ ഒരു ഡോക്യുമെന്റ്സ് വായിക്കുമ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ന്യൂട്ടന്റെ കഥയല്ല നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ന്യൂട്ടനെയാണ് നമുക്ക് ഈ ഡോക്യുമെന്റ്സിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആരായിരുന്നു ന്യൂട്ടൻ? ഡേ ആൻഡ് നൈറ്റ് പ്രസൻസ് ദ ഡാർക്ക് സീക്രട്സ് ഓഫ് ന്യൂട്ടൻ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമമായ ബോൾസ്ട്രോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. 1642 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേ വർഷം തന്നെയാണ്, അതായത് 1642 തന്നെയാണ് ഗലീലിയോ മരിക്കുന്നത്. ഗലീലിയോയുടെ ഒരു സിദ്ധാന്തങ്ങളാകട്ടെ, ഭൂമിയെയും സൂര്യനെയും സംബന്ധിക്കുന്ന സിദ്ധാന്തങ്ങൾ അന്ന് യൂറോപ്പിൽ ആകെ തന്നെ അലയടിക്കുക അല്ലെങ്കിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. കൊച്ചിലെ തന്നെ വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഐസക് ന്യൂട്ടൻ. അദ്ദേഹം വായനാശീലവും അതേപോലെ കൊച്ചു കൊച്ചു ഉപകരണങ്ങൾ ഉണ്ടാക്കാനുമുള്ള കഴിവ് അദ്ദേഹം കൊച്ചുനാൾ മുതൽ തന്നെ ശീലിച്ചു വന്നിരുന്നു. വളരെ ചെറുപ്പത്തിലെ മുതലേ തന്നെ ദ മിസ്റ്ററീസ് ഓഫ് നേച്ചർ ആൻഡ് ആർട്ട് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. എന്നാൽ അത്ര നല്ല കുട്ടിക്കാലം ആയിരുന്നില്ല ന്യൂട്ടന് ലഭിച്ചത്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 3 വയസ്സായപ്പോഴേക്കും അമ്മ മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയും ഐസക് ന്യൂട്ടൻ മുത്തശ്ശിയുടെ കൂടെ ഒറ്റയ്ക്കായിരുന്നു താമസവും. 1660 സിവിൽ വാർ നടക്കുന്ന സമയത്താണ് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി പോകുന്നത്. അദ്ദേഹം വീട് വിട്ട് പഠനത്തിനായി പോയതിനു ശേഷം അദ്ദേഹത്തിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമായത് പുസ്തകത്തിന്റെ ഒരു വിശാലമായ ലോകം തന്നെയാണ്. അവിടെ നമുക്ക് ന്യൂട്ടനെ കാണാൻ സാധിച്ചത് 24 മണിക്കൂർ അല്ലെങ്കിൽ അദ്ദേഹം റെസ്റ്റ് ഇല്ലാതെ, ഇടവേളകൾ ഇല്ലാതെ തന്നെ പഠിക്കുന്ന ഒരു ന്യൂട്ടനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. സിവിൽ വാർ കഴിഞ്ഞതോടുകൂടി അവിടെ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങൾ വരികയുണ്ടായി. അക്കാലത്തെ ചെറുപ്പക്കാരാണെങ്കിൽ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ന്യൂട്ടൺ ആകട്ടെ ഈ ഒരു അവസ്ഥയിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി വെച്ചു. അദ്ദേഹം 24 മണിക്കൂറും പഠനത്തിൽ മുഴുകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി. അദ്ദേഹം ആ രീതിയിൽ നിലകൊണ്ട് തന്നെ എഴുതി. അക്കാലത്ത് ഭൂമി സൂര്യനെ വലം വെക്കുന്നു അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നു എന്ന കാര്യം ഏറെ പ്രചാരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇതിനെ ആര് കറക്കുന്നു, എന്നാൽ ഏത് അദൃശ്യ ശക്തിയാണ് ഇവയൊക്കെ പിടിച്ചു നിർത്തുന്നത്, ഇതിന്റെ ഓർബിറ്റുകളിലൊക്കെ പിടിച്ചു നിർത്തുന്നത് എന്ന ഒരു ചോദ്യം വളരെ നാളായി ഈ ന്യൂട്ടനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഒരു ആശയം മുന്നോട്ട് ആദ്യമായി വെച്ചത് ഫ്രഞ്ച് ഫിലോസഫറായ റെനി ഡെക്കാർട്ട് എന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രപഞ്ചം മുഴുവൻ ഒരു മെക്കാനിക്കൽ ക്ലോക്ക് പോലെ, ഒരു വലിയ മെക്കാനിക്കൽ ക്ലോക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത് എന്നായിരുന്നു. എന്നാൽ ഇത്ര തരത്തിലുള്ള ഈ ഒരു തരത്തിലുള്ള ഒരു യന്ത്രവൽകൃതമായ രീതിയിൽ പ്രപഞ്ചത്തിനെ കാണാനായിട്ട് ന്യൂട്ടന് സാധിച്ചില്ല. ന്യൂട്ടൺ ആ ഒരു തലത്തിലായിരുന്നില്ല ചിന്തിച്ചത്. റെനി ഡെക്കാർട്ടിന്റെ ചിന്താഗതി അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു ന്യൂട്ടൺ ആ സമയത്ത് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അവിടെ പ്ലേഗ് പടർന്നു പിടിക്കുന്നത്. അങ്ങനെ അദ്ദേഹം രോഗബാധിതനാവാതിരിക്കാനായി തിരികെ നാട്ടിൽ വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന ന്യൂട്ടന്റെ പക്കലേക്ക് ഒരു ആപ്പിൾ വീഴുന്നു. സാധാരണ വിദ്യാർത്ഥികളെ പോലെ അല്ലെങ്കിൽ സാധാരണ ചെറുപ്പക്കാരെ പോലെ അദ്ദേഹം പ്രണയത്തെക്കുറിച്ചോ പെൺകുട്ടികളെ കുറിച്ചോ ആയിരുന്നില്ല അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഭൂമി എങ്ങനെ സഞ്ചരിക്കുന്നു, ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത്, അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും എങ്ങനെ കറങ്ങുന്നു, അല്ലെങ്കിൽ ഈ പ്രകൃതി എങ്ങനെയാണ് മുഴുവൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഈ യൂണിവേഴ്സിനെ ആര് നിയന്ത്രിക്കുന്നു എന്നീ കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആപ്പിൾ നിലത്തോട്ട് വീണപ്പോഴും അദ്ദേഹം മറിച്ചൊന്നുമല്ല ചിന്തിച്ചത്, എന്താണ് ഈ ആപ്പിൾ ഭൂമിയിലേക്ക് പിടിച്ചു വലിക്കുന്ന ആ അദൃശ്യ ശക്തി, അതിനെക്കുറിച്ചാണ് അദ്ദേഹം നോക്കിയത്. അദ്ദേഹം ഒരുപാട് കണക്കുകൂട്ടുകൾ ഇതിനെക്കുറിച്ച് നടത്തുകയെങ്കിലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ, ഒരു വിചാരിച്ച ഫലത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹം പിന്നീട് ഇത് കുറച്ച് നാളത്തേക്ക് അത് മാറ്റിവെച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് ഇതിലേക്ക് പിന്നെയും കടക്കുകയായിരുന്നു, ഈ ഒരു ഗ്രാവിറ്റേഷന്റെ ഫീൽഡിലേക്ക് പിന്നീട് കടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബലം ലഭിച്ചത്. അദ്ദേഹം ഈ ഒരു ആപ്പിൾ വീഴാനെടുക്കുന്ന സമയവും കാര്യങ്ങളും ഒക്കെ കണക്കൂട്ടി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഒരു ആപ്പിളിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത് ഗ്രാവിറ്റി എന്നതാണെന്നും ഈ സെയിം അദൃശ്യ ശക്തി തന്നെയാണ് ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റും കറക്കാൻ സ്വാധീനിക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇതിനോടുകൂടി തന്നെ ഒരു ഗണിതശാസ്ത്രത്തിന്റെ ഒരു ശാഖ തന്നെ പിറക്കുകയായിരുന്നു, കാൽക്കുലസ്. പിന്നീട് അദ്ദേഹങ്ങളുടെ പരീക്ഷണങ്ങൾ നിറങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചിട്ടായിരുന്നു.
സ്വന്തം കണ്ണിന് പരിക്കേൽക്കുന്ന വിധം പോലും അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് മുതിർന്നു എന്നതാണ് വാസ്തവം. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി പ്രിസത്തിൽ കൂടി ഒരു വൈറ്റ് ലൈറ്റ്, ഒരു ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് അത് കടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. അദ്ദേഹം പിന്നീട് ഈ വേർതിരിഞ്ഞ കടകവർണ്ണങ്ങളെ മറ്റൊരു പ്രിസം ഉപയോഗിച്ച് പിന്നീട് വേർതിരിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് വേർതിരിക്കാൻ കഴിയില്ല. ഉദാഹരണം, ചുവന്ന ഒരു നിറം പിന്നീട് മറ്റൊരു പ്രിസം വെച്ചതിന് ശേഷം, അതായത് ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുന്നു, ആ ഒരു പ്രിസത്തിലൂടെ കടന്നതിന് ശേഷം 7 കടകവർണ്ണങ്ങളായി അത് വേർതിരിയുന്നു. ആ കടന്നു വന്ന വേർതിരിഞ്ഞ കടകവർണ്ണങ്ങളിലെ ഒരു നിറം മറ്റൊരു പ്രിസത്തിൽ കൂടി കടത്തിവിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പിന്നീട് മറ്റു വർണ്ണങ്ങളായി ഒരു വേർതിരിയില്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് 7 കടകവർണ്ണങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 25 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു. പക്ഷേ എന്നാൽ ഇദ്ദേഹം ഈ തരത്തിലുള്ള വർക്കുകൾ ഒന്നും തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുത്താൻ മുതിർന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ പ്ലേഗിന്റെ ആ ഒരു രോഗം ഒന്ന് ശമിച്ചതോടുകൂടി അദ്ദേഹം പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ പോയി. അപ്പോഴേക്കും ന്യൂട്ടന്റെ ഈ ഒരു ലൈറ്റിന്റെ തിയറി ഒരു വിപ്ലവത്തിന് തുടക്കമിടുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് ഗലീലിയോ വികസിപ്പിച്ച ടെലിസ്കോപ്പുകളായിരുന്നു. ഈ ടെലിസ്കോപ്പുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ കൂടെ നമ്മൾ ഒരു വസ്തുവിനെ നോക്കുകയാണെങ്കിൽ അതിന് കൃത്യമായി ആ ദൃശ്യം കാണാൻ സാധിക്കില്ല. കാരണം ഇതിന് ആ ഒരു വസ്തു, നമ്മൾ ഏത് വസ്തുവിനെയാണോ നോക്കുന്നത് ആ വസ്തുവിന് ചുറ്റും ഒരു ചെറിയ പ്രകാശത്തിന്റെ ഒരു വലയം കാണാനായി സാധിക്കും. അപ്പം ഇത്തരത്തിലെ ഒരു ദൃശ്യം കറക്റ്റായി കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ന്യൂട്ടൺ മറ്റൊരു ടെലിസ്കോപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതോടുകൂടി തന്നെ അദ്ദേഹം പുതിയൊരു ആശയം തന്നെ മുന്നോട്ട് വെച്ചു, റിഫ്ലെക്സീവ് ടെലിസ്കോപ്പ് എന്ന്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ഗലീലിയോയുടെ ലെൻസുകൾക്ക് പകരം അദ്ദേഹം ദർപ്പണങ്ങൾ, അതായത് മിററുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ പോരായ്മ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് 40 മടങ്ങ് അധികം സൂക്ഷ്മതയുള്ള ദൃശ്യങ്ങൾ നൽകാനും സാധിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇന്ന് ഈ ഒരു റിഫ്ലെക്സീവ് ടെലിസ്കോപ്പിന്റെ മാതൃകയിൽ തന്നെയാണ് ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ടെലിസ്കോപ്പുകളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെലിസ്കോപ്പിന്റെ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് വലിയ ഒരു പങ്കാണ് ശരിക്കും ലോകത്തിന് സമ്മാനിച്ചത്. അദ്ദേഹം ഈ ഒരു റിഫ്ലെക്സീവ് ടെലിസ്കോപ്പിന്റെ ഈ ഒരു ഇൻവെൻഷൻ അത്ര വലിയ കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ, അന്നത്തെ രാജാവായിരുന്ന ചാൾസ് രണ്ടാമനെ ഇതിനെ കൊണ്ടുവന്ന് കാണിക്കുക, അദ്ദേഹം ഇത് പരിചയപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് മാത്രമല്ല ന്യൂട്ടനെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലെ ഒരു അംഗമാക്കുകയും ചെയ്തു. അങ്ങനെ ന്യൂട്ടൺ ഒരു ലോകം അറിയപ്പെടാൻ തുടങ്ങിയ ഒരു സയന്റിസ്റ്റായി മാറുകയായിരുന്നു ചെയ്തത്. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ആ സമയത്തുണ്ടായിരുന്ന പ്രഗത്ഭരായ സയന്റിസ്റ്റുമാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ന്യൂട്ടൺ ആയിരുന്നു. അങ്ങനെ ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ ലൈറ്റിന്റെ തിയറിയും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഇവർ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ന്യൂട്ടൺ ഇതിനോടകം തന്നെ ഇതിൽ നിഗൂഢമായ ചില കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ചാർജ് എടുത്ത അതേ വർഷം തന്നെ അദ്ദേഹം ചില കെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില സാമഗ്രികളും അതേപോലെ തന്നെ നിഗൂഢമായ ചില പുസ്തകങ്ങളും വാങ്ങി എന്നത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് നോട്ട്ബുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഐസക് ന്യൂട്ടൺ എന്നത് ഒരു ആൽക്കമിസ്റ്റായി മാറുകയായിരുന്നു. അക്കാലത്ത് ഈ ഒരു ആൽക്കമി പരീക്ഷണങ്ങൾക്ക് വളരെയധികം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ആൽക്കമി പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവരെ തൂക്കിക്കൊല്ലുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. എന്നാൽ ന്യൂട്ടൺ അതുകൊണ്ട് തന്നെ ഇതൊരു രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ ഒരു പരീക്ഷണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ഒരു ആൽക്കമി പരീക്ഷണങ്ങൾ ചെയ്യുന്നവരെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതിന് പറയുന്നത് ഫിലോസഫർ സ്റ്റോൺ എന്നാണ്. ഇതിന് ഹിന്ദു മിഥോളജി പ്രകാരം ഇതിന് പറയുന്നത് ചിന്താമണി എന്നായിരുന്നു. അങ്ങനെ ന്യൂട്ടണും ഇതിന്റെ ഒരു പരീക്ഷണങ്ങൾ തുടർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ഒരു ഫിലോസഫർ സ്റ്റോണിന് വളരെ മാന്ത്രികമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അസുഖങ്ങൾ ഭേദമാക്കാനും ഇമോർട്ടാലിറ്റിക്ക്, അതായത് ആജീവനാന്തം ജീവിക്കാനായിട്ടുള്ള ഒരു കഴിവ് തരികയും അതേപോലെ തന്നെ വളരെ ഓർഡിനറി മെറ്റൽസ് ആയ ചിലപ്പം ഈ ഒരു അയൺ, അതേപോലെ തന്നെ ലെഡ്, ഇത്തരത്തിലുള്ള മെറ്റലുകളെ ഗോൾഡ് ആക്കി മാറ്റാനുമുള്ള കഴിവ് ഈ ഒരു ഫിലോസഫർ സ്റ്റോണിന് ഉണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ന്യൂട്ടന്റെ ലൈറ്റിന്റെ സിദ്ധാന്തം, അതായത് ന്യൂട്ടന്റെ തിയറി ഓഫ് ലൈറ്റ് ഒരു വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയാണ് റോബർട്ട് ഹൂക്ക് എന്ന ഒരു ശാസ്ത്രജ്ഞന്റെ പറയുന്നത്. ഇദ്ദേഹം നിത്യം ന്യൂട്ടൺ ലൈഫിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ് ന്യൂട്ടൺ കണ്ടുപിടിച്ച ലൈറ്റിന്റെ സിദ്ധാന്തം ഇദ്ദേഹം പണ്ട് മുതലേ ചെയ്ത ഒന്നായിരുന്നു. എന്നാൽ ഇദ്ദേഹം ക്രമേണ ഇതിൽ പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺ കണ്ടുപിടിച്ചത് തെറ്റാണ് എന്ന ഒരു റിപ്പോർട്ട് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന് നൽകുകയും ചെയ്തു. അങ്ങനെ ന്യൂട്ടന് ഇത് വലിയ അധികം ഒരു വിഷമം ഉണ്ടാക്കി ന്യൂട്ടനെ തളർത്തി കളയുകയും ചെയ്തു. ന്യൂട്ടൺ ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള ഒരു പേപ്പറും പ്രസിദ്ധീകരിക്കില്ല എന്ന ഒരു ശബ്ദം എടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇത് കാംബ്രിഡ്ജിലും അതേപോലെ തന്നെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലും ഈ ഒരു കാട്ടുതീ പോലെ ഈ ഒരു ന്യൂട്ടന്റെ ഈ ഒരു തെറ്റാണുള്ള വാദം വളരെ രീതിയിൽ പ്രചാരിക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ ന്യൂട്ടന്റെ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി കുറയുകയും ന്യൂട്ടന്റെ ആൽക്കമിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.
ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നത് പണ്ട് കാലത്ത് പ്രപഞ്ചങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അന്നത്തെ മനുഷ്യർക്ക് അറിയാമായിരുന്നു എന്നാണ്. എന്നാൽ കാലം കടന്നു പോയപ്പോൾ ഇവ നഷ്ടപ്പെട്ടതാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇവയെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഗ്രീക്ക് മിത്തുകളിലാണെന്ന് ന്യൂട്ടൺ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുരാണങ്ങളിലെ കെട്ടുകഥയിൽ അദ്ദേഹത്തിന് ഒരുപാട് അറിവും ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഗ്രീക്ക് മിത്തുകളും പുരാതന ഗ്രന്ഥങ്ങളും അഗാധമായി വിശ്വസിച്ചിരുന്നു എന്നത് തന്നെ വേണം പറയാൻ. ജെറുസലേമിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മറ്റു പല ഡോക്യുമെന്റ്സും ഇതിലും വലിയ രഹസ്യങ്ങളും ഇതിലും കൂടുതൽ ആശ്ചര്യം ഉളവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്സുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു വലിയ രഹസ്യം തന്നെ സൂക്ഷിക്കുകയുണ്ടായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തോടെ ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ മിനിസ്റ്റർ ആകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇദ്ദേഹം ദേഷ്യത്തോടെ ഇത് നിരസിക്കുകയായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയാണെങ്കിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സങ്കല്പത്തോട് അദ്ദേഹത്തിന് കടുത്ത വിയോജിപ്പായിരുന്നു. അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു ദൈവപുത്രനാണ്, എന്നാൽ ദൈവത്തോളം തുല്യമല്ല എന്നാണ്. പിന്നീട് ശാസ്ത്രത്തിനെയും ഗണിതത്തിനെക്കാട്ടിയും കൂടുതൽ അദ്ദേഹം തിയോളജിയെക്കുറിച്ചും ആൽക്കമിയെക്കുറിച്ചുമാണ് എഴുതിയിരുന്നത്. ഈ ഡോക്യുമെന്റ്സ് തെളിയിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശാസ്ത്രത്തെയും ദൈവത്തെയും വേർപിരിക്കാനാകാത്ത ഒരു ഘടകമായി കണ്ടു എന്നതാണ്. കുറച്ചു കാലം മുമ്പ്, അതായത് അദ്ദേഹത്തിന് 40 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ദർശനം വരികയുണ്ടായി. എഡ്മണ്ട് ഹാലി എന്നായിരുന്നു പേര്. എഡ്മണ്ട് ഹാലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഹാലീസ് കോമറ്റ് എന്ന ഈ ഒരു കോമറ്റിന് പേര് നൽകിയത് ഈ ഒരു എഡ്മണ്ട് ഹാലിയുടെ സ്മരണാർത്ഥത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സന്ദർശനം നമുക്ക് മറ്റൊരു യൂണിവേഴ്സൽ ലോ തന്നെ സമ്മാനിക്കുകയായിരുന്നു. ഹാലി ന്യൂട്ടനോട് ചോദിക്കുകയുണ്ടായി ഏത് തരത്തിലുള്ള ഷേപ്പിലാണ് ഈ ഒരു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതെന്ന്. ഞൊടിയിടയിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എലിപ്റ്റിക്കൽ ഷേപ്പ്. എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു വൃത്തത്തിന്റെ ഷേപ്പ്, അതാണ് എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് സയന്റിസ്റ്റ് കണ്ടെത്തിയത് ന്യൂട്ടന്റെ വാദത്തെ ശരിവെക്കുന്നത് തന്നെയായിരുന്നു. വലയം ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പിൽ തന്നെ ആയിരുന്നു എന്ന് ശാസ്ത്രലോകം ഉറപ്പിച്ചു. പ്രാചീന യൂക്ലിഡിയൻ ജിയോമെട്രി ഭാഷയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ ഇവ എഴുതി വെച്ച് തന്നെയുണ്ട്. അദ്ദേഹം ഒരു വ്യക്തമായ ഉദാഹരണവും അടയാളപ്പെടുത്തിയിരുന്നു. ഏകദേശം 18 മാസത്തോളം എടുത്തു അദ്ദേഹം ഈ ഒരു ഫലത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട്. ഇതിനുവേണ്ടി അദ്ദേഹം ഒരു സെറ്റ് നിയമം തന്നെ നിലവിൽ കൊണ്ടുവന്നു, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അഥവാ ന്യൂട്ടന്റെ ചലന നിയമം. അദ്ദേഹം പ്രൂവ് ചെയ്തത് ഇങ്ങനെയാണ്: അത്യധികം ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഒരു പീരങ്കി കൊണ്ട് ഒരു വെടി ഉതിർക്കുകയാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ചലന സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു വസ്തു അതിന് യാതൊരു തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ബലവും അതിൽ പ്രയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് എങ്ങനെ ഏത് തരത്തിലുള്ള മോഷനിലാണോ തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ തരത്തിൽ തന്നെ മോഷൻ തുടർന്നുകൊണ്ടിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ ഗ്രാവിറ്റി എന്ന ഒരു ബലം ഇതിനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്രമേണ ഇതിന്റെ സ്പീഡ് കുറഞ്ഞ് ഇത് പയ്യെ പയ്യെ ഭൂമിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ വരും. എന്നാൽ ഇതിന്റെ സ്പീഡ് കുറച്ച് കുറവാണെങ്കിലും ഇത് ഈ ഒരു മൗണ്ടന്റെ തൊട്ടടുത്ത് തന്നെ വരികയും ചെയ്യും. എന്നാൽ കുറച്ചും കൂടെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഇവ ഭൂമിയുടെ ഒരു പകുതി ഭാഗം വരെ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്നാൽ കുറച്ചും കൂടെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഇതൊരു ഭൂമിയുടെ 3/4 ഭാഗത്തേക്ക് കറങ്ങി ഇങ്ങനെ വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ ഇനി ഇത് ഒരു പക്ഷേ ഇത് ഈ ഒരു വേഗത വളരെ കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് വേഗത തന്നെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായി ആരംഭിച്ച സ്ഥലത്ത് തന്നെ ഇവ ഈ ഒരു വെടിയുണ്ട തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെ ഒരു തവണ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ഓർബിറ്റലായി എന്ന് പറയാം. ഇത് ഈ ഒരു ഭ്രമണപാതയിൽ ഇത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി തുടർന്ന് ഈ ഒരു പാതയിൽ തന്നെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു ഭൂമിയിലേക്ക് ഒരു വസ്തു വീഴുന്നതിനും അതേപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതിനും ഒക്കെ കാരണം ഗ്രാവിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ ഈ ഒരു പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പിൽക്കാലത്ത് ഇതിനെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ ഒരു സിദ്ധാന്തങ്ങൾ, അതായത് പ്രകാശത്തിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ അടങ്ങിയ പ്രിൻകിപ്പിയ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ പഴയ ശത്രുവായ റോബർട്ട് ഹൂക്ക് പിന്നീടും രംഗത്ത് വരികയായിരുന്നു. റോബർട്ട് ഹൂക്ക് വാദിച്ചു അദ്ദേഹത്തിന് കണ്ടെത്തിയ, അതായത് ഈ ലൈറ്റിന്റെ തിയറിയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, പല മർമ്മപ്രധാനമായ പല കാര്യങ്ങളും ഇദ്ദേഹമാണ് ആദ്യം കൊണ്ടുവന്നത്. എന്നാൽ ന്യൂട്ടന് ഇതിനെക്കുറിച്ച് ഇതിനെതിരെ വാദിക്കാനായില്ല. കാരണം ഇദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഏത് തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷൻ എങ്ങനെയാണ് ഇത്തരത്തിൽ രണ്ട് വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നതെന്ന് അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ ഒട്ടും തന്നെ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ പഴയ ആൽക്കമി പരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ ഒരു ഐഡിയാസ് ലഭ്യമായതെന്നും അതേപോലെ തന്നെ അദ്ദേഹം കെട്ടുകഥകളിൽ അമിതമായി വിശ്വസിച്ചിരുന്നതിൽ പറ്റിയ വീഴ്ചയാണെന്നും ശാസ്ത്രലോകം കരുതപ്പെടുന്നു. എന്നാൽ ചില സയന്റിസ്റ്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹം ഇതിലും വലിയ എന്തോ കാര്യങ്ങളിലേക്ക് കടക്കാനിരുന്നിരിക്കാം. കാരണം ഇതിലും വലിയ കാര്യങ്ങളിൽ എന്തോ അദ്ദേഹം ഗവേഷണം നടത്തിയിരുന്നിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പല ഡോക്യുമെന്റ്സ് ഇപ്പോഴും വളരെ സങ്കീർണമായ കോഡഡ് ഭാഷകളാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ സയൻസിന് ഇപ്പോഴും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ റോബർട്ട് ഹൂക്കിന്റെ മരണം കഴിഞ്ഞതിന് ശേഷം, മരണത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ലൈറ്റിന്റെ തിയറി കുറച്ചും കൂടെ നവീകരിച്ച് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇതിൽ അദ്ദേഹത്തിന്റെ കാൽക്കുലസിന്റെ മർമ്മപ്രധാനങ്ങളായ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം പിന്നീട് ഒരു വ്യത്യസ്തമായ ന്യൂട്ടനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്.
ന്യൂട്ടൺ മറ്റ് എല്ലാം ഉപേക്ഷിച്ച്, അതായത് തിയോളജിയും അതേപോലെ ശാസ്ത്രപരമായിട്ടുള്ള ഗവേഷണങ്ങളും ഒക്കെ ഉപേക്ഷിച്ചത് തിയോളജിയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ന്യൂട്ടനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 1724 84 വയസ്സിലാണ് ന്യൂട്ടൺ മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് പറയുകയുണ്ടായി, അദ്ദേഹം കണ്ടെത്തിയതിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മറച്ചു വെച്ചത് മറ്റൊന്നും വേണ്ടിയിട്ടായിരുന്നില്ല, ഇപ്പോഴത്തെ മനുഷ്യർ ഇതൊന്നും ഉൾക്കൊള്ളാറായിട്ടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തത്. നിഗൂഢതകൾ നിറഞ്ഞ ന്യൂട്ടന്റെ വർക്കുകൾ ഇനിയും വെളിച്ചം കാണാൻ ബാക്കിയാണ്. അത്തരത്തിൽ ഒന്നാണ് 2060 ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുള്ള പ്രവചനവും. അദ്ദേഹം പറഞ്ഞതിലെ സത്യാവസ്ഥ എന്തെന്ന് കണ്ടു തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ന്യൂട്ടനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പുസ്തകത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ദ ഐസക് ദ ആൽക്കമിസ്റ്റ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫിലോസഫർ സ്റ്റോണിനെ കുറിച്ചൊക്കെ. ഫിലോസഫർ സ്റ്റോണിനെ കുറിച്ച് നമുക്കിപ്പം പറയേണ്ട, അത് മറ്റൊരു ഡേ ആൻഡ് നൈറ്റിന്റെ ടോപ്പിക് ആകട്ടെ എന്ന പ്രത്യാശയോടുകൂടി നമുക്ക് നിർത്താം. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും